മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് വിശദീകരിക്കുന്നത്. ചാപ്റ്റർ ഫുള്ളായിട്ട് വിശദീകരിച്ച് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കേൾക്കുക. ഓക്കെ, അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന് പറയുന്നത് ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നയാടാ? കഥയോ കവിതയോ നോവലൊന്നും അല്ല. ഇതെന്താണ്? ഒരു ആട്ടക്കഥയാണ്. എന്താ ആട്ടക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഥകളിയുടെ സാഹിത്യ രൂപത്തെയാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറയുന്നത് അല്ലെ. ഇനി ആരാണ് ഈ ആട്ടക്കഥ എഴുതിയിട്ടുള്ളത്? ഉണ്ണായി വാര്യരാണ്. ആട്ടക്കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള ആട്ടക്കഥയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം അല്ലെ. നളചരിതം ആട്ടക്കഥ. അപ്പൊ ഈ നളചരിതം ആട്ടക്കഥ എവിടുന്നാ എടുത്തിട്ടുള്ളത്? മഹാഭാരതത്തിൽ നിന്നാണ് അല്ലെ. മഹാഭാരതത്തിലെ പാണ്ഡവര് വനവാസ കാലത്ത് ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നു. അയ്യോ ഞങ്ങളുടെ വിധി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു മുനി, ബൃഹദേശ്വൻ എന്നാണ് മുനിയുടെ പേര് എന്നാണ് എന്റെ ഓർമ്മ. മുനി എന്ത് ചെയ്യാണ്? ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. നിങ്ങൾ മാത്രമൊന്നല്ല, ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള സങ്കടങ്ങളൊക്കെ അനുഭവിച്ച മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞിട്ട് നളന്റെയും ദമയന്തിയുടെയും കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആരണ്യ പർവ്വത്തില് 52 മുതൽ 79 വരെയുള്ള ഭാഗങ്ങളിൽ വിശദീകരിക്കുന്ന വർണ്ണിക്കുന്ന കഥയാണ് നളോപാഖ്യാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആരാണ് നളനും ദമയന്തി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നളൻ ഭയങ്കര സുന്ദരനായ ഒരുപാട് കഴിവുകളൊക്കെ ഉള്ള ഒരു രാജാവായിരുന്നു. ആര്? നളൻ അല്ലെ. ദമയന്തി ആരാണ്? വിദർഭയിലെ രാജാവായിട്ടുള്ള ഭീമൻ. ഏത് ഭീമനാണ്? പാണ്ഡവരിലുള്ള ഭീമനല്ല, ഇത് വേറെ വിദർഭയിലുള്ള രാജാവാണ്. അദ്ദേഹത്തിന്റെ മകളാണ്. അതിസുന്ദരിയായിട്ടുള്ള ഭയങ്കര മനോഹരിയായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള പ്രഗത്ഭയാണ്. അവരുടെ സൗന്ദര്യം നമ്മുടെ ദേവലോകത്തും നമ്മുടെ ഭൂമിയിലും അങ്ങനെ പ്രസിദ്ധമായിരുന്നു ദമയന്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നാരദ മഹർഷിയിൽ നിന്ന്, ദമയന്തിനെ കണ്ടിട്ടില്ല നമ്മുടെ നളൻ ഒരിക്കലും കേട്ടോ. അങ്ങനെ നാരദ മഹർഷിയിൽ നിന്ന് എന്ത് ചെയ്യാണ്? നമ്മുടെ ദമയന്തിന്റെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് നാരദൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കേട്ട് ആ ദമയന്തിനെ ഇങ്ങനെ ആലോചിച്ച് ഉദ്യാനത്തിലൂടെ നമ്മുടെ രാജാവ് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു സ്വർണ്ണ നിറത്തിലുള്ള അരയന്നം അതിങ്ങനെ പാവം ഇങ്ങനെ ഉറങ്ങുന്നത് കാണുകയാണ്. ഇങ്ങനെ കിടക്കുകയാണ് ഈ അരയന്നം. അപ്പൊ ഈ സ്വർണ്ണ നിറത്തിലുള്ള ഹംസത്തെ, അരയന്നത്തെ ആര് പിടികൂടാണ്? നമ്മുടെ നളൻ പിടികൂടുന്നതാണ് നമ്മുടെ പാഠസന്ദർഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഗണ്ഡാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? സംഗീതത്തിലുള്ള രാഗത്തെയാണ് ഗണ്ഡാരം എന്ന് പറയുന്നത്. അടന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താളമാണ്. നോക്കൂ, നിങ്ങൾ ആദ്യത്തെ ശ്ലോകമാണ്. അനക്കം കൂടാതെ നരവരൻ അണഞ്ഞാശു അനർഘ സ്വർണാഭം ശൈതം അരയന്ന പരിവൃഢം ഇണക്കാമെന്നോർത്തതങ്ങിതമൊടു പിടിച്ചൊരളവിലെ കനക്കും ശോകം പൂണ്ടവനത രുരോധാതി കരുണം. എന്താ പറയുന്നത്? രാജാവ് അനക്കം കൂടാതെ നരവരൻ അണഞ്ഞാശു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനക്കം, ശബ്ദമുണ്ടാക്കാതെ എന്താണ് ഹംസത്തെ പിടിക്കാൻ വേണ്ടി നരവരൻ, മനുഷ്യശ്രേഷ്ഠൻ. നരൻ മനുഷ്യനാണ് മനുഷ്യരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ ആരാണ്? നളൻ അണഞ്ഞാശു അടുത്തേക്ക് ചെല്ലുകയാണ് അണഞ്ഞാശു അടുത്തേക്ക് ചെല്ലുന്നു കുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യത്തോടെ കുതുകാധനർഘ സ്വർണാഭം അനർഘ സ്വർണാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അരയന്നത്തിന്റെ സ്വർണ്ണ നിറത്തിലുള്ള ശരീരത്തെയാണ് ഇവിടെ അനർഘ സ്വർണാഭം എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് അപ്പോ ശൈതം അരയന്നം, അരയന്നം എന്ത് ചെയ്യാണ്? ശൈതം അരയന്നം ഇങ്ങനെ ശയിക്കുകയാണ്, കിടക്കുകയാണ്. പരിവൃഢം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശ്രേഷ്ഠൻ. അരയന്ന പരിവൃഢം വെച്ചാൽ അരയന്നങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്ത് ചെയ്യാണ്? ഇങ്ങനെ മയങ്ങുകയാണ്. അപ്പോഴാണ് ശബ്ദം ഉണ്ടാക്കാതെ കൗതുകത്തോടുകൂടെ നരവരൻ മനുഷ്യരിൽ ശ്രേഷ്ഠനായ നമ്മുടെ നളൻ ഇങ്ങനെ ആരുടെ അടുത്തേക്ക് പോകുന്നത്? അരയന്ന പരിവൃഢത്തിന്റെ അരയന്നങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള നമ്മൾ അരയന്നത്തിന്റെ അടുത്തേക്ക് പോകുന്നത് ഇണക്കാമെന്നോർത്ത് അങ്ങിതമൊടു പിടിച്ചോരളവിലെ ഇണക്കാനായിട്ട് അങ്ങിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടത്തോടെ. അങ്ങിതം ഇഷ്ടത്തോടെയാണ്. ഇണക്കാമെന്നോർത്ത് ഈ അരയന്നത്തെ ഇണക്കാം, ഫ്രണ്ട്സ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇണക്കാൻ വേണ്ടി ഇഷ്ടത്തോടെ എന്ത് ചെയ്യണോ? അരയന്നത്തെ പിടിക്കുകയാണ്. പിടിച്ചോരളവിലെ അരയന്നത്തെ പിടിച്ചോരളവിൽ പിടിച്ച അളവിൽ എന്ത് ചെയ്യാണ്? കനക്കും ശോകം പൂണ്ട് അവൻ അതാ എന്നാണ് അത്. ഓക്കെ, ചിലപ്പോ എന്ത് ചെയ്യും ചോദിക്കാം പൂണ്ട് അവൻ അതാ എന്നാണ് ആ വാക്ക് വരിക. എന്ത് ചെയ്യണം?
അത്രയധികം അല്ലെ കനക്കും അല്ലെ അങ്ങേയറ്റ സങ്കടത്തോടു കൂടെ അവനതാ രുരോധം അല്ലെ, രുരോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടം അല്ലെ, കരഞ്ഞു എന്നുള്ള അർത്ഥമാണ്. അതികരുണമായി ആര് കരയാണ്? നമ്മുടെ പാവം ഹംസം കരയാണ് കേട്ടോ. എന്നിട്ട് എന്താണ്, തീവ്രമായ സങ്കടത്തോടു കൂടെ അയ്യോ എന്നെ പിടിച്ചേ എന്നുള്ള രീതിയിൽ ഹംസം ഞെട്ടിപ്പോവാണ് അല്ലെ. ഇനി ഹംസം മറുപടി പറയാണ്, ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ, ഞാൻ എന്താ ഇനി ചെയ്യ, എന്നെ ഇതാ ചതിച്ചു കൊല്ലുന്നേന്നാണ് പറയാണ് നമ്മുടെ അരയന്നം പറയാണ് അല്ലെ. വിവശം നിരവലംബം മമ കുടുംബവുമിനി അല്ലെ, എന്താ പറയുന്നത്, അങ്ങനെ പിടിച്ച സമയത്ത് അരയന്നം ഇങ്ങനെയൊക്കെ നിലവിളിക്കാണ്, ഞാൻ ഇനി എന്ത് ചെയ്യും, എന്നെ ചതിച്ചു കൊല്ലുന്നു രാജേന്ദ്രൻ എന്ന് പറയാണ്. രാജേന്ദ്രൻ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായവനാണ് രാജേന്ദ്രൻ. എന്തുകൊണ്ടാണ് ചതിച്ചു കൊല്ലുക എന്ന് പറയുന്നത്? ഇവിടെ അരയന്നം ഉറങ്ങല്ലേ, ഉറക്കത്തിലല്ലേ പോയി പിടിക്കുന്നത്, അപ്പൊ രാജാവ് എന്നെ ചതിച്ചു കൊല്ലാണ്, വൃത്തികെട്ടവനാണെന്നൊക്കെ എന്ത് ചെയ്യാണ് അരയന്നം പറയാണ് അല്ലെ. എന്നെ ചതിച്ചാണ് കൊല്ലുന്നത് അല്ലെ, എനിക്ക് ആരുമില്ല ഇനില്ലേ, രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായവൻ, അയ്യോ ശിവ 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 തീർന്നേന്നൊക്കെ പറഞ്ഞ് അരയന്നം നിലവിളി തുടങ്ങി കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുന്നു, അരയന്നം അല്ലെ. അപ്പൊ അനുപല്ലവി എന്താണ്, വിവശം നിരവലംബം മമ കുടുംബവും, എന്റെ കുടുംബവും എന്തായി പോവാണ്, അനാഥമായി പോവുകയാണ് എന്ന് പറയാണ് കേട്ടോ. വിവശതയോടെ, വിവശം നിരവലംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവശതയോടുകൂടെ എന്ത് ചെയ്യാണ്, എന്റെ കുടുംബവും ഇനി ആശ്രയമില്ലാതായി പോവുകയാണ് അല്ലെ. അപ്പോൾ എന്താണ്, കഥകളിൽ പ്രധാനപ്പെട്ട ഭാഗം വീണ്ടും വീണ്ടും ആവർത്തിക്കുക, അതാണ് ഇവിടെ ബ്രാക്കറ്റിൽ വീണ്ടും ശിവശിവ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി എന്ത് ചെയ്യണു, പിന്നീട് ഹംസം പറയാണ്, ജനകൻ മരിച്ചുപോയി, തനയൻ ഞാൻ ഒരുത്തൻ, ജനനി തന്റെ ദശ ഇങ്ങനെ അല്ലെ, എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി, മകനാണെങ്കിൽ ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ, ജനനി എൻ്റെ അമ്മയുടെ അവസ്ഥ അല്ലെ, വിധി ഇങ്ങനെ ആയിപ്പോയി, ഭർത്താവും ഇല്ല, മോനും ഇപ്പൊ പിടിച്ചു അല്ലെ. അഭിച്ച മമ ദൈത കളിയല്ല അനധി ചിര സൂതാപ്രാണൻ, കളയും അതിവിധുര എന്നാൽ കുലമിതകിലവും അറുതി വന്നിതു അല്ലെ. അങ്ങനെ കരയാണ് ആര്, അരയന്നം പറയുന്നത് നോക്കൂ, എന്തൊക്കെയാ പറയുന്നത്, എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഞാൻ ഒരു മോനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ അമ്മേൻ്റെ ഒരു വിധി അല്ലേ, എൻ്റെ അമ്മയ്ക്ക് ഭർത്താവും ഇല്ല, മോനും ഇല്ലാണ്ടായി പോവാണ്, എൻ്റെ ഭാര്യ ആണെങ്കിൽ പ്രസവിച്ച് കിടക്കുകയാണ് അല്ലേ, എനിക്കിങ്ങനെ സംഭവിച്ച കാര്യമൊക്കെ അറിഞ്ഞാൽ എൻ്റെ ഭാര്യ എന്ത് ചെയ്യും, ഓൺ ദ സ്പോട്ടിൽ പ്രാണൻ അല്ലേ വെടിഞ്ഞു പോകൂല്ലേ, പ്രസവിച്ചിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അപ്പൊ ഇതറിഞ്ഞ എൻ്റെ ഭാര്യ ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യുന്നു, അവളുടെ പ്രാണൻ തന്നെ പോകൂലേ, അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ കുലം തന്നെ എന്താണ് മുടിഞ്ഞു പോകും അല്ലെ, എൻ്റെ കുഞ്ഞിനും ആരും ഇല്ലാണ്ടായി പോവില്ലേ, അങ്ങനെ എൻ്റെ കുലം തന്നെ എന്താണ് മുടിഞ്ഞു പോകുന്ന ആര് കരയാണ്, എൻ്റെ കുലവും അഖിലം അല്ലെ, കുലവും ഇത് അഖിലവും അറുതി വരും, എൻ്റെ കുലവും അവിടെ മുടിഞ്ഞു പോകും, കുലം തന്നെ അറുതി വരും എന്ത് ചെയ്യാണ്, ദയനീയമായിട്ട് ആര് കരയാണ്, നമ്മളുടെ ഹംസം കരയാണ് അല്ലെ. ഇനി അടുത്ത് നോക്കൂ നിങ്ങള്, ചെറുതും പിഴ ചെയ്യാത്തൊരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതേ, ഭൂപതേ രാജാവാണ്, ചെറിയ ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അല്ലെ, ഹംസം പറയാണ് രാജാവിനോട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ ഭൂപതേ രാജാവേ, എന്താണ് രാജാവേ, രാജാവിന് എന്താണ്, ദുരിതമുണ്ട് തവ ഭൂപതേ, സങ്കടമുണ്ട് രാജാവേ, ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത എന്നെ എന്തിനാണ് അങ്ങ് പിടിച്ചത്, മനസ്സി രുചിജനകം എൻ്റെ ചിറകു മണികനകം, ഇതുകൊണ്ടാകാ നീ ധനികൻ, അയ്യോ ഗുണവും അനവധി ദോഷമായത്. രാജാവിനോട് പറയാണ് അല്ലെ, എന്താ പറയുന്നത്, എന്തിനാവും എന്നെ പിടിച്ചത്, മനസ്സി രുചി കനകം അല്ലെ, മനസ്സിൽ എൻ്റെ ഈ സ്വർണ്ണ നിറം കണ്ടിട്ടാണോ, ഇതുകൊണ്ട് നീ ധനികനാവാനൊന്നും പോകുന്നില്ല അല്ലെ, എന്നിട്ട് കരയാണ് അല്ലെ, ഗുണവും എന്ത് ചെയ്യും, അനേകം ഗുണങ്ങളുള്ളതും എന്താണ് നമുക്ക് ദോഷമായി വരും അല്ലെ, പാപങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരില്ലേ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആര് കരയാണ്, ഹംസം കരയാണ് അല്ലെ, ഗുണങ്ങളും എന്താണ് ദോഷമാണല്ലോ, എനിക്ക് സ്വർണ്ണ നിറൊന്നും വേണ്ടായിരുന്നു അല്ലെ, ഈ സ്വർണം കൊണ്ടൊന്നും ഈ ധനികനാവാനൊന്നും പോകുന്നില്ല ഭൂപതേ എന്നൊക്കെ എന്ത് ചെയ്യാണ് നമ്മുടെ ഹംസം പറയാണ് കേട്ടോ. അമൂല്യമായിട്ടുള്ള സ്വർണ്ണ ചെറുക് കണ്ടിട്ടാണ് നീ എന്നെ പിടിക്കുന്നെങ്കിൽ ഇത് കിട്ടിയതുകൊണ്ട് നീ ഒരിക്കലും ധനികനാവാനൊന്നും പോകുന്നില്ല അല്ലെ, ഗുണങ്ങളും എന്ത് ചെയ്യണു, എന്താ പറയുക, ദോഷമായി വരുമെന്ന് പറയാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, സാവേരി രാഗമാണ്, അടന്ത താളമാണ് കേട്ടോ. ഇനി അറിക ഹംസമേ അരുത് പരിദേവിതം, വിരസഭാവമില്ല നിന്നിൽമേ ദേഹം അനുപമിതം, കാൺമാൻ മോഹഭരമുദിതം നിങ്കൽ അല്ലെ, എന്താ പറയുന്നത്, ഒന്നു നീ മനസ്സിലാക്കുക എൻ്റെ ഹംസം, എങ്ങനെ കരയാൻ മാത്രം നിലവിളിക്കല്ലേ, അരുത് പരിദേവിതം അല്ലെ, ഇങ്ങനെ സങ്കടപ്പെടല്ലേ, പരിദേവിതം അല്ലെ സങ്കടപ്പെടല്ലേ, വിരസഭാവമില്ല നിന്നില്ലേ, നിന്നോട് എനിക്ക് യാതൊരു ഇഷ്ടക്കേടുമില്ല, മറിച്ച് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നിന്നെ പിടിച്ചത് അല്ലെ, എന്താ പറയുന്നത്, ദേഹം അനുപമിതം കാണാല്ലേ, നിന്റെ
നിന്റെ ദേഹം കാണാൻ എന്താണ് അനുപമമാണ്, നല്ല ഭംഗിയാണ്, ഭയങ്കര സുന്ദരനാണ് നീ, ദേഹമൊക്കെ അടിപൊളിയാണ് അല്ലെ, അതിൽ കവിഞ്ഞ അല്ലെ ദേഹം അനുഭവം കാണുവാൻ മോഹഭരമുദിതം അല്ലെ, അതിൽ കവിഞ്ഞിട്ടുള്ള ഒരു മോഹവും എന്താണ് അല്ലെ, അതിൽ കവിഞ്ഞൊരു മോഹമൊക്കെ നമുക്ക് തോന്നാം അല്ലെ ഈ പറയുന്ന ദേഹമൊക്കെ കാണുമ്പോ. പക്ഷേ നിങ്ങൾ സ്നേഹമേ വിഹിതം നമയ അല്ലെ, എനിക്ക് എന്ത് മാത്രമേ ഉള്ളൂ, നിന്നെ പിടിച്ചത് സ്നേഹം കൊണ്ടാണ്, വേറെ ദുരുദ്ദേശങ്ങളൊന്നും അല്ലെ, അത്രമേൽ ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ നിന്നെ എന്ത് ചെയ്തത്, പിടിച്ചത് അല്ലെ, അല്ലാതെ എന്ത് ചെയ്യാനല്ല, നമയ ഉപദ്രവിക്കാനല്ല, നിന്നെ ദ്രോഹിക്കാനല്ല അല്ലെ. ദ്രോഹം ഇത് പൊഴുതും അമര ഖഗവര അല്ലെ, നിന്നെ എനിക്ക് ഉപദ്രവിക്കണം എന്നൊരു ആഗ്രഹം എനിക്കില്ല. അമരൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അമര ഖഗവര, അമരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മരണമില്ലാത്തവൻ, ഖഗവര പക്ഷികളിൽ ശ്രേഷ്ഠനായവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എനിക്കിതിനെ ഉപദ്രവിക്കണം എന്ന് ഒരു ചിന്ത പോലും എനിക്കില്ല അല്ലെ. അമരൻ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്, ബോധപൂർവമാണ്, ഈ ഒരിക്കലും മരിക്കാനൊന്നും പോകുന്നില്ല അല്ലെ, ഈ ഇനി ഒരുപാട് കാലം ജീവിക്കും, അമരനായിട്ടിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. ഈ പേടിക്കണ്ട, ഖഗവര പക്ഷികളിൽ ശ്രേഷ്ഠനായവനെ, ഗുണനിധേ അല്ലെ, അത്രയധികം അല്ലെ, ഗുണത്താൽ നിറഞ്ഞവനെ, ഗുണങ്ങളാൽ നിറഞ്ഞവനെ, ഖേദമരുത് അല്ലെ, എന്താണ്, വിഷമിക്കരുത്, ഖേദിക്കരുത്, പറന്നിച്ചയ്ക്കൊത്ത വഴി ഗച്ഛ നീ അല്ലെ, നിനക്ക് ഇഷ്ടമുള്ള വഴി, ഇഷ്ടമുള്ള വഴി എന്ത് ചെയ്യാ, ഗച്ഛ നീ പോവൂ അല്ലെ, ഞാൻ നിന്നെ എന്ത് ചെയ്യാൻ പിടിച്ചല്ല, ഉപദ്രവിക്കാനൊന്നും വേണ്ടി പിടിച്ചതല്ല, നീ എനിക്ക് ഇഷ്ടമുള്ള വഴി എന്ത് ചെയ്തോളൂ, പറന്നു പോയിക്കോളൂ എന്നാര് പറയാണ്, നളൻ നമ്മുടെ ഹംസത്തോട് പറയാണ്. പിന്നീട് ഈ ഹംസമാണ് ദമയന്തിന്റെ അടുത്തേക്ക് ദൂത് കൊണ്ടുപോകുന്നതും നളന് ഭയങ്കര ഇഷ്ടാന്നൊക്കെ പറയുന്നത് ആരാ, ഈ ഹംസമാണ്. പിന്നെ രാജാവിന്റെ ഭയങ്കര ഫ്രണ്ടൊക്കെ ആവും അതിന് ശേഷം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. വരികൾ പഠിച്ചു വെക്കുക, വരികൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും ചാപ്റ്റർ ഇതേപോലെ വേണമെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യാം. അപ്പൊ അടിപൊളി വെച്ചിരിക്കില്ലേ, ഉഷാറായിട്ട് പഠിക്കില്ലേ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.